നിരോധനം ഒഴിവാക്കാൻ പുതിയ കുതന്ത്രവുമായി PFI വീണ്ടും രംഗത്ത് വരുന്നുണ്ട്. നേതാക്കൾക്ക് പേരില്ല, അവരെല്ലാം അജ്ഞാതരാണ്, സ്ലീപ്പർ സെല്ലുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം രഹസ്യമായാണ്. ഇപ്പോൾ നമ്മുടെ വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പോലും ഇത്തരം സ്ലീപ്പർ സെല്ലുകളുടെ സ്വാധീനമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന സമയത്താണ് ഇത്തരം സെല്ലുകൾ കേരളത്തിൽ വളരെ വിപുലമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണണ്ടേ? തീർച്ചയായും ഗൗരവമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടന നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളാണെന്നും രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുകയാണെന്നും തിരിച്ചറിയുകയും NIA അതായത് കേന്ദ്ര ഏജൻസി ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് വിപുലമായ അന്വേഷണമൊക്കെ നടത്തി. ഇതിൽ കേരളത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുന്നതെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ സംഘടനയെ നിരോധിക്കുകയും ഈ സംഘടനയുടെ തലപ്പത്തുള്ള മുഴുവൻ ആൾക്കാരെയും ദേശീയ തലത്തിൽ, അതായത് ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ആൾ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കേരള പോലീസ് ഒന്നും അറിഞ്ഞതുപോലുമില്ല. പക്ഷേ ഈ പിടിച്ചുകൊണ്ട് പോയത് മുഴുവൻ നേതാക്കളല്ലേ. ഈ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നാം നിര നേതാക്കളെന്ന് നമ്മൾ പറയാം. ഇവർക്ക് താഴെ രണ്ടാം ഘട്ട നേതാക്കളുണ്ടാവില്ലേ, മൂന്നാം ഘട്ടത്തിലുള്ള നേതാക്കളില്ലേ. അപ്പോൾ താഴേക്കടയിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവിടെ നിൽക്കുകയാണ്. നേതൃത്വം മാത്രമാണ് ഇല്ലാതായത്. അപ്പോൾ നേതൃത്വം മുന്നോട്ട് പോകാൻ, അല്ലെ നേതൃത്വം ഇല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ഇവരുടെ ഉള്ളിൽ ആ ആശയത്തിൻ്റെ വിത്തുകൾ അവിടെ കിടക്കുകയാണ്. ഈ വിത്തുകൾ പലയിടത്തുമായി പൊട്ടി മുളയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു നേതൃത്വം വഴികാട്ടാൻ ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇങ്ങനെ പെട്ടു നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന SDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുള്ളത്. അപ്പോൾ ഈ SDPIയോട് ചേർന്ന് കുറച്ച് പേര് പ്രവർത്തിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള അവശേഷിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ CPMനോട് അനുകൂലിച്ച് പ്രവർത്തിച്ചു. കാരണം CPM അമിതമായ ന്യൂനപക്ഷ പ്രേമമൊക്കെ കാണിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് പതുക്കെ ആളുകൾ SDPIയിൽ നിന്ന് CPMലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ CPM എന്ന പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറി. കുറച്ച് പേർ പതുക്കെ CPIയിലേക്കും എത്തി. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടി സേഫാണെന്നും തങ്ങളുടെ ആശയപ്രചരണം എപ്പോൾ വേണമെങ്കിലും നടത്താമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന അംഗങ്ങളുണ്ടല്ലോ, ഈ അംഗങ്ങൾ ഒരു പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഒത്തുകൂടാം, ഒരു പക്ഷേ പാർക്കുകളിൽ ഒന്നിച്ചു കൂടാം, ഒരു പക്ഷേ പൊതു ഇടങ്ങളിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒന്നിച്ചു വരാം. സംഭവിച്ചുകൂടെ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊല്ലത്ത് SDP ഒരു റാലി സംഘടിപ്പിച്ചു. നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് ഒരു വലിയ ജനാവലി അതിനകത്തുണ്ടായിരുന്നു. പർദ്ദയിട്ട സ്ത്രീകളുണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഏറെ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു, യുവാക്കളുടെ വലിയ സംഘമുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിൽ നിന്നുകൊണ്ട് ഇവർ നിശബ്ദമായ പ്രവർത്തനം നടത്തുന്നു. അതാണ് സ്ലീപ്പർ സെൽ എന്ന് പറയുന്നത്. ഈ സ്ലീപ്പർ സെല്ലിൻ്റെ സാന്നിധ്യം വെഞ്ഞാറമൂട്ടിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചു. പോലീസ് അതിന് കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പോലീസ് മറച്ചു വെക്കുന്നു. ഇത് അന്വേഷണത്തിൻ്റെ കൃത്യമായ ദിശയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളിൽ നിന്ന് പോലീസ് മറച്ചു വെക്കുന്നതാണെങ്കിൽ നമ്മൾ കേരള പോലീസിനെ അഭിനന്ദിക്കണം. അതല്ല, ഒരു പ്രത്യേക മതവിഭാഗത്തെ, ഒരു പ്രത്യേക തീവ്രവാദ നിലപാടുള്ളവരെ രക്ഷിച്ചെടുക്കാനുള്ള ആരുടെയെങ്കിലും ശ്രമത്തിന് പോലീസ് കൂടെ പിടിക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും അതിനെ എതിർക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായം ആവശ്യപ്പെടാം. നമ്മുടെ മനസ്സിലേക്ക് ഈ സംഭവങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ. ഒരു 2-3 ദിവസത്തിന് മുമ്പിൽ കഴിഞ്ഞതിന് ശേഷം ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം ഉണ്ടായാലും നമ്മളിത് മറക്കില്ലേ? അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ മീഡിയ എത്ര കാലം ഇതിനകത്ത് അറ്റൻഷൻ കൊടുക്കുന്നോ അത്രയും കാലമേ ജനമനസ്സിൽ ഇത് നിറഞ്ഞു നിൽക്കുകയുള്ളൂ. ഇവിടെ സ്വന്തം വാപ്പയുടെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മുമ്മ എന്ന് പറയുന്ന മുത്തശ്ശി, അപ്പോൾ എൻ്റെ പിതാവിൻ്റെ സഹോദരൻ, ഭാര്യ, അതുപോലെ കാമുകി, അനുജൻ, ഇവരെയൊക്കെയാണ് കൊന്നേ. എൻ്റെ ബന്ധുക്കളെ ഞാൻ കൊന്നതിന് നിങ്ങൾക്ക് എന്താടാ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഇവരെ പിടികൂടിയല്ലോ, ഇവരെ ശിക്ഷിച്ചോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട. കാരണം പിടികൂടിയ അഫാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മറ്റ് ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഇവിടെ ശ്രമിക്കുന്നില്ലെന്ന മനസ്സിലായി. എന്ന് പറയുന്ന പോലെ ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ എല്ലാ ബ്രാഞ്ചുകളും എല്ലാ ജില്ലയിലുമുണ്ട്. അവർ പലയിടത്തും ഒത്തുകൂടുന്നുണ്ട്. നേരത്തെ ഉയർന്ന ആരോപണം നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡിൽ വഴി സഞ്ചരിക്കണം. അപ്പോൾ രാത്രി കാലങ്ങളിൽ മാത്രം തുറക്കുന്ന ചില ചായക്കടകളുണ്ട്. പ്രത്യേക കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നിർത്തി ഒരു ചായയും കടിയൊക്കെ കഴിക്കാനായിട്ട് തോന്നും. കറുത്ത പെയിൻ്റ് അടിച്ചിട്ടുള്ള ചെറിയ തട്ടുകടകൾ പോലെ തോന്നുന്ന ഒരുപാട് കടകളുണ്ടായിരുന്നു. ഒരേ സമയം രാത്രി കാലങ്ങളിൽ ഇത് തുറന്ന് പ്രവർത്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേശീയപാത 6 വരിയാക്കുന്നതിൻ്റെ ഭാഗമായി പണി നടക്കുകയും റോഡുകൾ മൊത്തം കുത്തിപ്പൊളിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി ഇത്തരം കടകൾ അപ്രത്യക്ഷമായി. അന്ന് ഉയർന്നിരുന്ന ഒരു ആരോപണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട സ്ലീപ്പർ സെല്ലുമായി പ്രവർത്തിക്കുന്ന അല്ലെ സ്ലീപ്പർ സെല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത സംഘടനയുടെ ആളുകളുണ്ട്. നമുക്ക് MEC7 എന്ന് പറഞ്ഞിട്ട് മലബാറിലൊരു ഗ്രൂപ്പ് കൂടിയപ്പോൾ ആരോപണമായിട്ട് വന്ന എന്താ, അന്ന് ഈ MEC7ൻ്റെ സംഘാടകരിൽ ചിലർ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരായിരുന്നു. പക്ഷേ അവർ ബുദ്ധിമാന്മാരായതുകൊണ്ട് അതിൻ്റെ തലപ്പത്തേക്ക് വരാതെ ഇവർ സൈഡിലേക്ക് മാറി നിൽക്കുകയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെയുള്ള ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം
പ്രതിരോധിക്കാനായിട്ട് വന്നത് നമ്മുടെ ഒരു മന്ത്രി തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ വന്നു, CPI വന്നു, CPMകാർ വരുന്നു, മുസ്ലിം ലീഗുകാർ വരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. ഇത് തന്നെയാണ് NDF എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്ന കാലത്തും സിമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്ന കാലത്തും ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാലത്തും ഉണ്ടായിരുന്നത്. അപ്പം ഇത് പേര് മാറി പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ അവതരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ്. ആ ഭീകര സംഘടനയെ കേന്ദ്രം 2022 നിരോധിച്ചത് എന്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വീണ്ടും അത് കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണകൂടം അത്തരത്തിൽ ഇപ്പോൾ കേന്ദ്രത്തെ പോലെ വളരെ വിപുലമായി അന്വേഷണം നടത്തില്ല എന്നും ഞങ്ങൾക്കിവിടെ തഴച്ചു വളരാൻ കഴിയുമെന്നും എന്ത് പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഇവരുടെ ഒരു ചിന്താഗതിയിൽ നിന്നാണ് വീണ്ടും ഇത് ഉണരുന്നത്. ഇപ്പോൾ സിന്ധി പറഞ്ഞതുപോലെ മുൻനിരയിലുള്ള നേതാക്കന്മാർ മാത്രമേ അകത്തായിട്ടുള്ളൂ. താഴെക്കിടയിൽ അണികൾ, അതിന് താഴെയുള്ള പ്രവർത്തകരൊക്കെ ഇപ്പോഴും സജീവമായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവർക്കിടയിലുള്ള ആളുകളെ ഉപയോഗിക്കാതെ പുറത്തുനിന്ന് ഇപ്പോൾ അഫാനെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഇടയിലേക്ക്, അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഈ തീവ്രവാദത്തിൻ്റെ വേരുകൾ, നമ്മളൊക്കെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, നമ്മളൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ മണ്ണാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മനസ്സിൽ കുത്തിവെക്കുന്ന നീചമായ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇവരെയൊക്കെ ഈ കൊലപാതകത്തിലേക്കും മൃഗീയമായ കൊലയിലേക്കും ഒക്കെ നയിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർ വീണ്ടും വളർന്നു വന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്രം രഹസ്യമായ അന്വേഷണം നടത്തുമോ, കേന്ദ്രം ഇതിൽ എന്ത് നിലപാടായിരിക്കും എടുക്കുന്നതെന്നൊക്കെ നോക്കിക്കാണല്ലേ? തീർച്ചയായിട്ടും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഡ്രഗ്സുകളൊക്കെ വിതരണം ചെയ്യുന്നത് ഒരറ്റത്ത് ആരാണെന്ന് നമുക്കറിയില്ല. ഉറപ്പായിട്ട് നമ്മൾ ചിന്തിച്ചോളൂ, ഈ ISI പോലെയുള്ള അൽഖ്വയ്ദ പോലെയുള്ള തീവ്രവാദ സംഘടനകളാണ്. അവർ മനുഷ്യ മനസ്സിലേക്ക്, യുവാക്കളിലേക്ക് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഇഞ്ചക്ട് ചെയ്യുകയും അവരുടെ ബുദ്ധിയെ മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ വഴിതിരിച്ച് വിട്ടുകഴിഞ്ഞാൽ തങ്ങൾക്ക് അനുകൂലമായി ഒരു രാജ്യത്തെ കൊണ്ടുവരാനും തങ്ങൾക്കിഷ്ടമില്ലാത്ത രാജ്യത്തെ ഭരണകൂടത്തെ നശിപ്പിക്കാനും അവർക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ താഴെ തട്ടിലുള്ള അറ്റം ചെന്നെത്തുന്നത് ഈ സാധാരണക്കാരായ യുവാക്കളിലേക്കും അതുപോലെ അരാഷ്ട്രീയവാദികളെന്ന് നമ്മൾ കരുതുന്ന ചില വ്യക്തികളിലേക്കുമാണ്. അവർ പൊതുവെ അന്തർമുഖരാണ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് അധികം ഇടപഴകില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ഇവർ സജീവമാവുകയും അവർ റിമോട്ട് ഞെക്കിയാൽ ഒരു പാവകളെ പോലെ എന്തും ചെയ്യാൻ ഇവർ തയ്യാറാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള സംഘടനകൾ സമൂഹത്തിന് വലിയ ദോഷകരമാണ്. നമുക്കറിയാം പൊളിറ്റിക്സ് നല്ലതാണ് അല്ലേ? സമൂഹത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും ചില കാര്യങ്ങൾ ഇടപെട്ടിട്ട് പരിഹരിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷേ പൊതുസമൂഹത്തിൽ അവർ ഓപ്പൺ ആണല്ലോ. ഇങ്ങനെ അല്ലാതെ നിൽക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. സ്ലീപ്പർ സെൽ എന്ന് നമ്മൾ പറയുന്ന, അതായത് അവരുടെ ഉഗ്രശാസന കൃത്യമായിട്ട് ശിരസാ വഹിക്കുകയും അത് അവസരം കിട്ടുമ്പോൾ മാത്രം പ്രയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവസരം കിട്ടിയില്ലെങ്കിൽ ഇവരത് മിണ്ടത്തേയില്ല. ഇവർ ഏത് പാർട്ടിയോടെ നിൽക്കുന്നോ അവരോട് നിൽക്കും, ഏത് സംഘടനയുടെ കൂടെ നിൽക്കുന്നോ അതുമായി നിൽക്കും, എവിടെ ജോലി ചെയ്യുന്നോ അതുമായി നിൽക്കും. പക്ഷേ ഒരു വാട്സാപ്പ് കോളിലൂടെ, ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ സംഘടിക്കാൻ ഇവർക്ക് സാധിക്കും. അങ്ങനെയുള്ള സ്ലീപ്പർ സെല്ലുകൾ എല്ലാ ജില്ലയിലും ഉണ്ട് എന്നതിൻ്റെ കൃത്യമായ വിവരം പോലീസിനുണ്ട്. ഇത് ഇപ്പോൾ NIAയുടെ ശ്രദ്ധയിലേക്ക് എത്തി. അപ്പോൾ NIA ഇത് നിരീക്ഷിക്കാനുള്ള കാരണം വെഞ്ഞാറമൂട്ടിലുണ്ടായ കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവി, ഇൻ്റലിജൻസ് വിങ് ഇതൊക്കെ തന്നെ കേന്ദ്രത്തിന് സമർപ്പിക്കണം. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ ഇത് പരിശോധിക്കുകയും ഇക്കാര്യത്തിൽ നടപടിയെടുക്കുകയും ചെയ്യും. നേരത്തെ തന്നെ മോദി സർക്കാരിൽ ഒരു മന്ത്രി തുറന്നു പറഞ്ഞിട്ടുണ്ട്, മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന ദക്ഷിണേന്ത്യയിലെ കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ്. ഈ മയക്കുമരുന്ന് മാഫിയ ഇത് വിറ്റ് കിട്ടുന്ന പണം വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ എന്തും മേടിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാകുകയും ചെയ്യും. യുവാക്കളെ ആകർഷിക്കാൻ ഏറ്റവും നല്ല മാർഗം ആഡംബര ജീവിതം നയിക്കാനുള്ള പണം നൽകുക, മറ്റൊന്ന് ലഹരി വസ്തുക്കൾ നൽകുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അതിനെ നശിപ്പിക്കേണ്ടത്, അതിനെ ഇല്ലാതാക്കേണ്ടത് സംസ്ഥാന പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും.